വിയറ്റ്നാമിൽ നിന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിയറ്റ്നാമിൽ കൊടുങ്കാറ്റ് നാശം വിതച്ചിരിക്കുന്നു, വമ്പൻ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നു. അവിടെ 2 ലക്ഷം വീടുകളാണ് ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത്, അല്ലെങ്കിൽ വലിയ ഭീഷണി നേരിടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. മാത്മോ കൊടുങ്കാറ്റ് എന്നാണ് ഈ കൊടുങ്കാറ്റിന് അവർ പേര് നൽകിയിരിക്കുന്നത്. വിയറ്റ്നാമിലെ തായ് നുയേൻ പ്രവിശ്യയിൽ ഭയാനകരമായിട്ടുള്ള വെള്ളപ്പൊക്കത്തിനാണ് ഈ കൊടുങ്കാറ്റ് കാരണമായിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിന് കാരണമായി അത് വളരെ ഭയാനകരമാണ്. അതിനെ ചരിത്രപരമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കം എന്നാണ് ഇപ്പോൾ അവർ വിളിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം ഇതിനു മുമ്പ് വിയറ്റ്നാം കണ്ടിട്ടില്ല. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ന്യൂസ് ഇന്ത്യ മലയാളം നിങ്ങളത് കാണിക്കുന്നതാണ്. എന്തായാലും ഇതുവരെ കുറഞ്ഞത് 4 പേർ ഈ വെള്ളപ്പൊക്കത്തിൽ മരിച്ചു എന്നും 2 പേരെ കാണാതായെന്നും ഏകദേശം 2 ലക്ഷത്തോളം വീടുകൾ വെള്ളത്തിൽ മുങ്ങിയെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പോരാത്തതിന് ഈ കൊടുങ്കാറ്റ് പ്രദേശം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി. ഇതുവരെ 45 ഗ്രാമപ്രദേശങ്ങളെ ഇത് ഒറ്റപ്പെടുത്തി. എന്നിരുന്നാലും മരണസംഖ്യ ഇനിയും ഉയരും എന്നുള്ള ഭയവും ഇപ്പോൾ ഉണ്ട്. അപകടങ്ങളിൽ വ്യാപകമായിട്ടുള്ള ആഘാതങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ന്യൂ ഇംഗ്ലണ്ട് പ്രവിശ്യയിൽ മണ്ണ് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഏകദേശം 2 ലക്ഷം വീടുകൾ വെള്ളത്തിനടിയിലായി. ദശലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി. സ്കൂളുകൾ, മാർക്കറ്റുകൾ, ആശുപത്രികൾ എന്നിവയും അടച്ചുപൂട്ടി. വെള്ളപ്പൊക്കത്തിൽ റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി ലൈനുകൾ എന്നിവയ്ക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. കൃഷിക്കും ഉപജീവന മാർഗത്തിനും ഗുരുതരമായിട്ടുള്ള തിരിച്ചടിയാണ് നേരിടുന്നത് എന്ന റിപ്പോർട്ടുണ്ട്. തായ് നുയേൻ ഒരു കാർഷിക മേഖലയായതിനാൽ വെള്ളപ്പൊക്കം കർഷകരുടെ ഉപജീവന മാർഗത്തെ സാരമായി ബാധിച്ചു. 5400 ഹെക്ടറിലധികം ഭൂമിയുടെ നെല്ല്, പച്ചക്കറി, പഴവർഗ്ഗ വിളകൾ പൂർണ്ണമായും നശിച്ചു. ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യക്കുളങ്ങൾക്കും വലിയ നാശനഷ്ടമുണ്ടായി. കൂടാതെ കർഷകരുടെ പ്രധാന വരുമാന സ്രോതസ്സായിട്ടുള്ള 1,36,000-ലധികം കോഴികളും മറ്റു പക്ഷികളും മരിച്ചു. ഈ വലിയ നഷ്ടം ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ പട്ടിണിയുടെ വക്കിലെത്തിച്ചേക്കാമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അടിയന്തര ആശ്വാസവും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വെല്ലുവിളിയും അവിടെ വലിയ ഒരു ഇതായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് വിയറ്റ്നാം സർക്കാർ അടിയന്തരമായിട്ടുള്ള ആശ്വാസങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ കാലാവസ്ഥ ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വലിയ വെല്ലുവിളിയാണ് സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.